അപ്പം എൻ്റെ മമ്മി പറഞ്ഞു ഇങ്ങനെ കൃപാസനം ഉണ്ട്, നമുക്ക് പോയി പ്രാർത്ഥിക്കാം, ഉടമ്പടി എടുത്താൽ മതി, കല്യാണം നടക്കും. കാരണം എന്നെക്കാൾ ഒരു വയസ്സ് മൂത്താണ് പുള്ളിക്കാരി. ഭയങ്കര തടസ്സം എന്താണെന്ന് അറിയത്തില്ല. മമ്മി ഭയങ്കര സങ്കടമായിരുന്നു. ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരുടെ കല്യാണം നടത്തിയിട്ട് ആണുങ്ങളുടെ കല്യാണം പെങ്ങൾ നിൽക്കുമ്പോൾ കെട്ടുക എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഭയങ്കര സങ്കടമായിരുന്നു. മമ്മി പറഞ്ഞു അങ്ങനെ അവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തു. നെക്സ്റ്റ് മന്ത് തന്നെ പുള്ളിക്കാരിക്ക് കല്യാണം ശരിയായി. എന്നിട്ട് അത് ഭയങ്കര ഒരു മിറക്കിളായിരുന്നു. മമ്മി ഇപ്പോഴും പറയുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞ മാസം വന്ന് പ്രാർത്ഥിച്ചായിരുന്നു എൻ്റെ എക്സാമിന് വേണ്ടിയിട്ട്. അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല. എൻ്റെ MD പീഡിയാട്രിക്സിൻ്റെ എക്സാം ജൂലൈയിലായിരുന്നു, ജൂലൈ 18-നായിരുന്നു. ആ സമയത്ത് അവരെല്ലാവരും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അതുകൂടാതെ എൻ്റെ എക്സാമിന് പോകുമ്പോഴെല്ലാം എൻ്റെ മമ്മിയൊക്കെ പറഞ്ഞിട്ട് ഞാൻ മാതാവിൻ്റെ ആ ഒരു കാശുരൂപം എൻ്റെ ഡ്രസ്സിൻ്റെ അകത്ത് വെച്ചുകൊണ്ട് പോയി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് മാതാവിൻ്റെ 8 നോമ്പ് പെരുന്നാൾ സെപ്റ്റംബർ 8-നാണ് എൻ്റെ റിസൾട്ട് വന്നത്. അതും എനിക്ക് ഭയങ്കര ഒരു മിറാക്കിളായിരുന്നു. എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും മാതാവുമായിട്ട് എന്തെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. സെപ്റ്റംബർ 8-നാണ് എൻ്റെ MD പീഡിയാട്രിക്സിൻ്റെ റിസൾട്ട് വന്നത്. അന്ന് എനിക്ക് ഭയങ്കര പീഡിയാട്രിക്സ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പാടാണ്. PG എക്സാമാണ്. നമ്മൾ MBBS-നേക്കാളും ഭയങ്കര ഇതാണ്. എഴുതുന്ന വെച്ചിട്ടൊന്നും ആയിരിക്കുമല്ലോ മാർക്ക് കിട്ടുന്നത്. നേരത്തെ ആ കുട്ടി പറഞ്ഞ പോലെ ഭയങ്കര ദൈവാനുഗ്രഹമാണ്. നമ്മൾ എഴുതിയിട്ട് വെച്ചിട്ട് മാർക്ക് കിട്ടാനാണ് നമ്മൾ പാസ്സാവുന്നൊന്നും എനിക്ക് ഒരു തോന്നലില്ല. ഞാൻ വിചാരിച്ചതിൽ ഒത്തിരി മാർക്ക് കിട്ടി, പാസ്സായി. മാതാവിൻ്റെ ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഡേറ്റ് വെച്ച് എണ്ണി പറയാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഉണ്ടായ ഒരു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയാണ് നടത്തുന്നത്. മാതാവ് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയ്ക്ക് ഒന്നും തള്ളിക്കളയാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ മമ്മി പറയും, മോനെ നിനക്ക് നല്ലതിന് ഭവിക്കാനാണെങ്കിൽ ദൈവം നടത്തിത്തരും. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും നമുക്ക് നല്ലതിനാണെങ്കിൽ ദൈവം നടത്തിത്തരും. നമ്മളെ ഓരോ അനുഭവത്തിലൂടെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലെ ഒട്ടേറെ കാര്യങ്ങളിലൂടെ എല്ലാ സഹനങ്ങളും വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശോയുടെ അത്ഭുതം അവിടെ വരും. നമ്മളെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നാണ്. ഒരിക്കലും ദൈവം നമ്മളെ കൈവിടില്ല. നമ്മളെ ഇഷ്ടത്തിന് എന്തെങ്കിലും ഉടനെ നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഇവഞ്ച്വലി ഞാൻ തകർന്നു പോയൊരു വർഷം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പപ്പ